നമുക്കിന്നൊരു മീനച്ചാറിൻ്റെ റെസിപ്പി ആയാലോ. മീനച്ചാർ ഇപ്പോൾ ഒരുപാട് പേര് പല വെറൈറ്റീസിലായിട്ട് ഇരുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ അമ്മയുടെ റെസിപ്പി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ ലൈഫിലെ വൃത്തികെട്ട സ്വഭാവങ്ങളിലൊന്നാണ് ഇറച്ചി മീനും ഇല്ലാതെ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അത് എൻ്റെ അപ്പച്ചൻ പണ്ട് കശാപ്പുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്നും വീട്ടിൽ ഇറച്ചിയുടെ പല വെറൈറ്റീസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഇറച്ചി അല്ലെങ്കിൽ മീൻ അങ്ങനെ ഉള്ളത് കൊണ്ട് അത് കൂട്ടി കൂട്ടി ശീലിച്ച് എനിക്ക് ഇറച്ചി മീനും ഇല്ലാതെ ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പം അമ്മ ഇങ്ങനെ മീനച്ചാർ തന്നുവിടും. ഒരു മാസത്തേക്കുള്ളതൊക്കെ കൂട്ടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും വലിയൊരു ടിന്നിൽ തന്നുവിടുക. പക്ഷേ അത് കൊണ്ടുവെക്കുന്നത് അറിയാണ്ട് രണ്ട് ദിവസം കൊണ്ട് ആ മീനച്ചാർ കാലിയാകുന്ന വഴി അറിയത്തില്ല. ഞാൻ മാത്രമല്ല ഫ്രണ്ട്സ് അത് ഇപ്പോഴും അമ്മ എനിക്ക് ഇട്ട് തരാറുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ല ഫുഡൊക്കെ കിട്ടുമെങ്കിലും ഇപ്പോഴും അച്ചാർ തന്നുവിടും. 1-2 ദിവസം നിൽക്കും, അത് കഴിയുമ്പോൾ അത് തീരും. ഞാനതിൻ്റെ സിമ്പിൾ റെസിപ്പി എന്ന് പറഞ്ഞു തരാം. ഫസ്റ്റിൽ തന്നെ നമ്മൾ കുറച്ച് മസാലയൊക്കെ തേച്ചിട്ടുള്ള മീൻ വറുത്ത് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില പിന്നെ കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇളക്കിയതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ട് നല്ല വിധത്തിൽ ഇളക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മീനച്ചാർ റെഡിയായി. പുതിയ വെറൈറ്റീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.